സ്റ്റോറി പാപ്പ ഇന്നൊരു നല്ല കഥ പറഞ്ഞു തരട്ടെ. ഒരു കുഞ്ഞു മുയലിൻ്റെ കഥയായാലോ? ഈ മുയൽ നല്ലൊരു കാടിൻ്റെ അരികത്താണ് താമസിച്ചിരുന്നത്. നല്ല മരങ്ങളും ചെടികളും പഴങ്ങളും പൂക്കളും ഒക്കെയുള്ള കാട്. ഈ കാടിൻ്റെ അടുത്ത് വയലുകളും തോട്ടങ്ങളും ഉണ്ടായിരുന്നു. ഈ വയലിൽ നെൽക്കതിരും തോട്ടത്തിൽ ക്യാരറ്റും ബീറ്റ്റൂട്ടും മത്തങ്ങയും എല്ലാ പച്ചക്കറികളും ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഈ മയിലുകുട്ടൻ്റെ അച്ഛനും അമ്മയും ഏട്ടനും ചേച്ചിയും അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കൂട്ടുകാരും എല്ലാം എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെറിയ ചെറിയ ക്യാരറ്റുകളും ഇലകളും പഴങ്ങളും ഒക്കെ അന്നന്ന് വേണ്ട ഭക്ഷണം അവരതെടുത്ത് മുന്നിലുള്ള 2 പല്ലുകൾ കൊണ്ട് കരണ്ട് തിന്നുമായിരുന്നു. അങ്ങനെ അവർക്ക് നല്ല ശക്തിയും കണ്ണിന് കാഴ്ചയും ഓടാനും ചാടാനുമുള്ള ശക്തിയും അറിവുകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ മുയലുകുട്ടൻ ക്യാരറ്റ് കഴിക്കാനോ പച്ചക്കറി കഴിക്കാനോ ഫ്രൂട്ട്സ് കഴിക്കാനോ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അവിടെ എവിടെയും വീണ് കിട്ടുന്ന ചെറിയ ചെറിയ ഭക്ഷണങ്ങളൊക്കെയായിരുന്നു കഴിക്കേണ്ടായിരുന്നത്. തുടക്കത്തിൽ നല്ല ആരോഗ്യം ഉണ്ടായിരുന്ന മുയലുകുട്ടൻ പക്ഷേ പോകെ പോകെ ഓടാനോ കളിക്കാനോ ഒക്കെ താല്പര്യം കുറഞ്ഞു വന്നു. ഏട്ടന്മാരും ചേച്ചിമാരും കൂട്ടുകാരും ഒക്കെ കൂടി ഓടുകയായിരുന്നു, ചാടുകയായിരുന്നു. ഓട്ടത്തിൽ നല്ല മിടുക്കനായിരുന്നു ഈ മുയലുകുട്ടൻ. ഓടി ഫസ്റ്റ് എത്തുമായിരുന്നു. അപ്പോൾ മൂത്ത ഏട്ടനെയും ചേച്ചീനെയും ഒക്കെ തോപ്പിച്ച് ഫസ്റ്റ് എത്തുന്ന മുയലുകുട്ടനെ എല്ലാവരും ഭയങ്കര ആരാധനയോടെ നോക്കിയിട്ടുണ്ട്. ഭയങ്കര മിടുക്കനാണല്ലോ മുയലുകുട്ടനെന്ന് എല്ലാവരും പറയുമായിരുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബഹുമിടുക്കനായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കും, പാട്ടുകൾ പാടും, കഥകൾ പറഞ്ഞു കൊടുക്കും, ഡാൻസ് കളിക്കും. ബഹുമിടുക്കനായിരുന്നു മുയലുകുട്ടൻ. മാത്രമല്ല മുയലിന് ഏറ്റവും പേടിയുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു. നായ്ക്കളെ പേടിയായിരുന്നു, കുറുക്കന്മാരെ പേടിയായിരുന്നു. കാരണം നായയും കുറുക്കനും ഒക്കെ ഇര പിടിക്കാനായിട്ട് മുയലിനെ ഓടി പിടിക്കാൻ സാധ്യതയുണ്ട്. മുയൽ ഇങ്ങനത്തെ അപകടങ്ങളിൽ നിന്ന് ഓടേണ്ടതും ഒളിക്കേണ്ടതും രക്ഷപ്പെടേണ്ടതും അവരുടെ നിലനിൽപ്പിൻ്റെ ഒരാവശ്യമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുയലിൻ്റെ ഈ ശീലം അത് മുയലിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു പ്രശ്നമായി തോന്നിയത്. അവർ പറഞ്ഞു, നന്നായിട്ട് ഇലക്കറികളും ക്യാരറ്റും പച്ചക്കറികളും പയറുകളും ഒക്കെ എൻ്റെ കൊച്ചു കഴിക്കണം കേട്ടോ, എന്നാലേ കാഴ്ച നന്നാവൂ, ഓടാൻ കഴിയൂ, ചാടാൻ കഴിയൂ, ബുദ്ധി ഉണ്ടാവൂ, മിടുക്കനാവുകയുള്ളൂ. കൊച്ചു മുയൽ പറഞ്ഞു, എനിക്കതിനോടൊന്നും താല്പര്യമില്ലാലോ. ഇങ്ങനെ പോകെ പോകെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശരീരമൊക്കെ ഓടുന്നതും ചാടുന്നതിനും ഒക്കെ ബലം കുറയാൻ തുടങ്ങി. മാത്രമല്ല പഴയതുപോലെ കാര്യങ്ങൾ കൊച്ചുമുയലിന് മനസ്സിലാവാതെയായി. ക്യാരറ്റ് ഒന്നും കഴിക്കാതെ ആയിക്കഴിഞ്ഞപ്പോൾ കൊച്ചുമുയലിൻ്റെ കാഴ്ചശക്തി കുറയാൻ തുടങ്ങി. ക്യാരറ്റായിരുന്നു കാഴ്ചശക്തി ഉണ്ടാവാൻ, ഇലക്കറികളായിരുന്നു ബുദ്ധിശക്തിയും കാഴ്ചശക്തിയും ഉണ്ടാവാൻ മുയലിനെ സഹായിച്ചിരുന്നത്. പക്ഷേ കൊച്ചുമുയലിന് ഇപ്പോൾ കാഴ്ചശക്തി കുറഞ്ഞു തുടങ്ങി. മുയലിനൊരു കൂന് കഴിക്കാനായിട്ടൊരാഗ്രഹം വന്നു. അപ്പോൾ അമ്മ മുയൽ പറഞ്ഞു, എല്ലാ കൂനുകളും നല്ലതല്ല, അതിൽ വിഷാംശമുള്ള കൂനുകളും ഉണ്ട്, അതുകൊണ്ട് മക്കൾ ശ്രദ്ധിച്ചു വേണം കഴിക്കാൻ എന്ന് പറഞ്ഞ് അമ്മ കൊച്ചു മുയലിനോട് ചില ഉപദേശങ്ങളൊക്കെ കൊടുത്തു. ശരി അമ്മേ, എനിക്ക് നല്ല കൂനും ചീത്തക്കൂനും കണ്ടാൽ തിരിച്ചറിയാമെന്ന് പറഞ്ഞു പോയ കൊച്ചുമുയൽ അവിടെ പോയി കഴിഞ്ഞപ്പോൾ കണ്ണൊരാകെ മങ്ങൽ. എന്താ കാര്യം? പച്ചക്കറിയോ ക്യാരറ്റോ കഴിക്കുന്നില്ലല്ലോ. അവിടെ പോയി മുയൽ നല്ലതെന്ന് കരുതി കടിച്ചത് മോശം കൂനായിരുന്നു. ആകെ വയറുവേദന, ഛർദിയൊക്കെ വന്നു. ആകെ വയ്യാതെ കിടന്നു. അവസാനം അച്ഛൻ മുയൽ പോയി
കുറച്ച് ചെടികളും ഇലകളും ഒക്കെ കൊണ്ടുവന്ന് അതിന് പച്ചമരുന്നൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം മാത്രമാണ് അതിൻ്റെ വയറൊക്കെ ശരിയായത്. അപ്പോഴാണ് അതുവഴി ആനക്കുട്ടൻ പോയത്. ആനക്കുട്ടൻ മുയലിനോട് ചോദിച്ചു, എന്താ ഇപ്പോൾ പറ്റിയത്? അപ്പോൾ മുയൽ പറഞ്ഞു, നല്ലതെന്ന് വിചാരിച്ച് മോശം കൂന കഴിച്ചത്, അതാ പറ്റിപ്പോയത്. ആനക്കുട്ടൻ മിടുക്കനായിരുന്നു. ധാരാളം ഇലകളും പച്ചക്കറികളും ഒക്കെ കഴിക്കുന്ന ആനക്കുട്ടൻ അപ്പം തന്നെ പറഞ്ഞു, ക്യാരറ്റ് കഴിക്കുന്നില്ലല്ലോ, പച്ചക്കറി കഴിക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ശരിക്കും കാണാൻ കഴിയുക? അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല മിടുക്കനും മിടുക്കിയുമായി എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ മാറാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് പറഞ്ഞു പോയ ആനക്കുട്ടനെ നോക്കി കുഞ്ഞു മുയൽ പറഞ്ഞു, എനിക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. പച്ചക്കറികളും ഇലക്കറികളും പയറും ഒക്കെ ഞാൻ കഴിക്കുമല്ലോ, എന്നിട്ട് നല്ല ശക്തിയും ബുദ്ധിയുള്ള മിടുക്കനായി ഞാൻ വീണ്ടും വരുമല്ലോ. സ്റ്റോറി പാപ്പയുടെ ഇന്നത്തെ കഥ മക്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എല്ലാവരും നന്നായിട്ട് പച്ചക്കറിയും ഇലക്കറിയും കഴിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ഓക്കേ, ഗുഡ് നൈറ്റ്.